അത് ആരാണ് അവൻ എവിടാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ ശ്വേതയും കൂടെ അവനെ തല്ലും. ഞാൻ തല്ലും, നീ വന്നില്ല ഞാൻ തല്ലും. എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും. എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. കാരണം അത്രയധികം മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് നമ്മളെ 100% അറിയാം. ഹായ് ഗൈസ്, ടെക് ട്രാവൽ ഈറ്റിലെ സുജിത് ഭക്തൻ, സുജിത്തേന്റെ സെക്കൻഡറി ചാനലായിട്ടുള്ള സുജിത് ഭക്തൻ എന്ന് പറയുന്ന ഒരു ചാനലോട് പുതിയൊരു പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ ഇട്ടേക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യക്കകത്തുനിന്ന് ഇൻഫർമേഷൻസ് എല്ലാം പാകിസ്ഥാനികൾക്ക് ചോർത്തി കൊടുത്തേക്കുന്ന ഒരു ഇന്ത്യൻ യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ പുള്ളി മുമ്പ് പോയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിനകത്ത് ശ്വേതേച്ചി, തന്റെ വൈഫായിട്ടുള്ള ഒരു ശ്വേതേച്ചി ആണെങ്കിൽ ഈ അറസ്റ്റിലായിട്ടുള്ള യൂട്യൂബറിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു പാകിസ്ഥാനിയായിട്ടാണെങ്കിൽ ഇവർക്ക് കുറെ ബന്ധം ഉണ്ടായിരുന്നെന്നും ഫിസിക്കൽ റിലേഷനിലൊക്കെ ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ താഴെ ഒരു പുന്നാരമോൻ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട്. സുഹിത്തേട്ടൻ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പൊണ്ണത്തടിച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പ് അന്വേഷിക്കുന്നു, ചാടിയ കുംഭവയർ കാരണം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു വൾഗറിന്റെ എക്സ്ട്രീം ലെവൽ സാധനമാണ് അവിടെ ഇട്ടേക്കുന്ന ഒരു കമന്റ്. പുള്ളി തന്നെ അത് പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സൈഡിലോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു മതി. അതിന്റെ തൊട്ട് താഴെ പുള്ളി തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ വരുന്നുണ്ട് നാളെ, വെയിറ്റ് ആൻഡ് സീ എന്ന്. അപ്പം ഇതിന്റെ താഴെയാണെങ്കിൽ ഇവർ ഇങ്ങനെ ഒരു പുന്നാരം ഇട്ടേക്കുന്ന കമന്റ് അല്ലേ. അപ്പോൾ കുറെ ആൾക്കാർ ഇവനെ തെറി വിളിച്ചുകൊണ്ട് കമന്റ് ഇതിനകത്ത് ഇടുന്നുണ്ട്. അത് മോശമായിപ്പോൾ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. തൊട്ട് താഴെ ഒരു ഇട്ടേക്കാണ് മനു ഹണ്ടർ എന്ന് പറയുന്ന ഒരു ഇട്ടേക്കാണ് കഴപ്പി ഭക്തെന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുത്തൻ. ഇവനൊക്കെ എന്താണ് ചെയ്യുന്നത്? പിന്നെ രണ്ടാമത് സുഹിത്താണെങ്കിൽ ഒരു വീഡിയോ പോഡ്കാസ്റ്റ് ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഇവൻ വന്നിട്ട് ഇപ്പം ഇനി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിനക്കൊക്കെ പണി വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ താഴെ വന്നിട്ട് ഇവൻ സെയിം കമന്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും പൊണ്ണത്തടിച്ച് തടി കുറയ്ക്കില്ല, എൻ്റെ മേല് കയറാതെ ആ തടി കുറച്ച് കാണിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പം സുഹിത്തേട്ടൻ തന്നെ റിപ്ലൈ കൊടുത്തിട്ട് അണയാൻ പോകുന്ന തീ ആളി കത്തുന്നു. ഇനി ആ വീഡിയോക്കകത്ത് സുഹിത്തേട്ടൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടോ. ഈ ആളെ ഉണ്ടല്ലോ, ഈ ആളെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് നിയമത്തിന്റെ വഴിയിൽ പ്രത്യേകിച്ച് വലിയ ശിക്ഷയൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ ആളെ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ, അത് ആരാണ് അവൻ എവിടാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ ശ്വേതയും കൂടെ അവനെ തല്ലും. ഞാൻ തല്ലും, നീ വന്നില്ല ഞാൻ തല്ലും. എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും. എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. അതാണ് അവൻ അങ്ങനെ പറ്റും. അതാണ് ഇപ്പൊ നമ്മളെ വൃത്തികേട് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരാളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോയി അവനെ തല്ലിയിട്ട് എനിക്ക് അവനെ തല്ലണം, എനിക്ക് അവനെ തല്ലി, ഞാൻ അവന്റെ മുഖത്ത് നോക്കി തല്ലി, ഞാൻ മുഖത്ത് തന്നെ അടിക്കും. ഞാൻ അടിച്ചല്ല അവൻ അന്ന് ഇന്ന് നേരത്തൊന്നും ഇല്ലായിരിക്കും, അവൻ എന്തെങ്കിലും ഞാൻ തല്ലും, ഉപദ്രവിക്കും, ഫിസിക്കൽ ഹാം ചെയ്യും. എന്നിട്ട് അവൻ എനിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ പോയി അകത്ത് കിടക്കും. അത് മതി. അതെന്റെ നിയമ സംവിധാനത്തോടുള്ള ഒരു എന്താ പറയാ പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയധികം മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് നമ്മളെ 100% അറിയാവുന്ന ഒരാളാണ്. ഈ സർവേലൻസ് നമ്മുടെ കേരള പോലീസിന് കുറച്ചെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ ആൾ ഉടനെ തന്നെ പിടിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്വേത 2 മാസമായി സൈബർ പോലീസിൽ പരാതി നൽകിയിട്ട് 2 മാസമായിട്ട് കാര്യമായിട്ടുള്ള നീക്കുപോക്കുകളും പരിപാടികളൊന്നും നടക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ സ്ലോലി അത് വീണ്ടും കാരണം അത് പൊക്കിക്കൊണ്ട് വരികയാണ്. അങ്ങനെ നീക്കുപോക്ക് നടത്താനെ കൊണ്ട് ഇതൊരിക്കലും ഹണി റോസിനെതിരെ വന്നേക്കുന്ന നെഗറ്റീവ് കമന്റ് കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പൊ ഇവിടെ സുഹിത്തേട്ടൻ പറയുന്നുണ്ട്, ഈ പറയുന്ന പോലെ ഇപ്പം അങ്ങനെ നടപടി കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അവനെ ഞാൻ വീട്ടിൽ കയറി ഇടിക്കും, എന്നിട്ട് അങ്ങനെ ജയിലിൽ പോവാണെങ്കിലും പ്രശ്നമില്ല, ഇത് നിയമത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണെന്ന് സുഹിത്തേട്ടൻ പറയുന്നുണ്ടല്ലോ. ഇതിനോട് 100% ഞാൻ യോജിക്കുന്നുണ്ട്. ഏതൊരാളാണെങ്കിലും ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് കേരള പോലീസ്. ഞാൻ പല വീഡിയോസിനകത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഇവർ ഈ ഒരു കേസിൽ നടപടി കാര്യങ്ങളൊന്നും എടുത്തില്ല എന്നുള്ള പറയുന്നുണ്ടല്ലോ. ഹണി റോസിന്റെ ആ ഒരു ഇഷ്യൂ നടന്ന ടൈമിലാണെങ്കിൽ ഹണി റോസിനെതിരെ അന്ന് ഈ ഒരു നെഗറ്റീവ് കമന്റ് ബോഡി ഷേമിംഗ് ഒക്കെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഈ കമന്റ് ഇടുന്നവരെ എല്ലാം പൊക്കിയതാണ് നമ്മുടെ ഇതേ കേരള പോലീസ്. സോ കേരള പോലീസ് ബ്രില്യൻ്റ് ആണ്. അന്ന് ഇന്നും എന്നും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ കേരള പോലീസ്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഇവനെ പോയിട്ട് അറസ്റ്റ് ചെയ്യാനോ അതിനെതിരെ നടപടി സ്വീകരിക്കാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മേളിൽ നിന്നുള്ള ഓർഡർ വരണം. അല്ലെങ്കിൽ ഇവർ ഹണി റോസോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരോ ആണെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. 2 മാസത്തോളം അല്ലെങ്കിൽ ഇതിന് മുമ്പ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് വേറെ നീക്ക് പോകും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ബോഡി ഷേമിന്റെ എക്സ്ട്രീം ലെവൽ സാധനമാണ് ഇവന്മാർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബോഡി ഷേമിംഗ് എന്നല്ല പറയുന്നത്, വേറെ എന്തോ സാധനമാണ് ഇവനാണോ ഇവളാണോ എന്ന് അറിയത്തില്ല അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ആരും കാണില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് അത്രത്തോളം ധൈര്യമുണ്ട്. കാര്യം ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ നിയമം ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ആണിത്. ഇപ്പം ഹെലൻ ചേച്ചിയില്ലേ, ഹെലനോസ് പാട്ട, ഹെലൻ ചേച്ചിയുടെ ആണെങ്കിൽ ഒരു മോർഫിംഗ് കേസുമായിട്ട് 4-5 വർഷത്തോളമായിട്ട് ചേച്ചി കാസർഗോഡ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ഇതുവരെ അതിന് ഒരു നടപടി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം ഹണി റോസിനെതിരെ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അന്നൊരു ഈ പറയുന്ന ബോഡി ഷെയിം ഒക്കെ ചെയ്ത ആൾക്കാർ കമന്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് അവന്മാരെല്ലാം പൊക്കിയതാണ് നമ്മുടെ ഇതേ കേരള പോലീസ്. സോ അവർക്കിത് പറ്റാത്തതുകൊണ്ടല്ല, എവിടെ എങ്ങനെ നടപടി സ്വീകരിക്കണം എന്നുള്ളത് അവർക്ക് മുകളിൽ നിന്നുള്ള ഓർഡറിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നല്ല പുഷ് ബാക്കിൽ നിന്ന് വന്നാൽ മാത്രമേ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും കൊള്ളാം. ഇത് തന്നെയാണ് ഓരോ ആൾക്കാരുടെ ധൈര്യം, ഇങ്ങനെ കമന്റ് ഒക്കെ ഇടുന്ന ആൾക്കാരുടെ ധൈര്യം. ഈ കമന്റ് ഇടുന്ന ആളുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സുഹിത്താന്റെ വീഡിയോസിനകത്തൊക്കെ വരുന്ന ആൾക്കാരായിരിക്കാം, പോകുന്ന സ്ഥലങ്ങളായിരിക്കും, ഏതെങ്കിലും കമ്പനി ആയിരിക്കും, ഏതെങ്കിലും പ്രൊമോഷൻസ് ആയിരിക്കാം, എന്തിനാ പറയുക, സന്തോഷ് ജോർജ് അദ്ദേഹത്തിന് വരെയാണെങ്കിൽ അതുപോലെ വലിയ ആളുകൾക്കും വലിയ കമ്പനീസിനൊക്കെ ആണെങ്കിൽ ഇപ്പം സുഹിത്താനെ കുറിച്ചിട്ടുള്ള മെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചിട്ട്
അത്രത്തോളം വൾഗറായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പരനാറി ഭക്തനെ എങ്ങനെ സഹിക്കുന്നു? ഈബിൾ ജെറ്റിനെ അടുത്തൊരു വാക്ക് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ പറയാം. ഈബിൾ ജെറ്റിനെ ഊമ്പിച്ച് പറ്റിച്ച് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാണിച്ചു. ഞാനോ ചെയ്തോ? അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതും പോരാത്തതിന് ഇവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ഭാര്യ ഇന്റർവ്യൂവിൽ വന്ന് ഈബിളിനെ പ്രാഗി തമ്മിലടിപ്പിക്കുകയും ഏഷണി പരദൂഷണിയാണ് ഇവന്റെ മെയിൻ. വിശ്വാസവഞ്ചകൻ, തരം കിട്ടിയാൽ പറ്റിക്കാൻ നടക്കുന്നവൻ, അങ്ങനെ കുറെ എന്നെ പറ്റി കുറെ എഴുതിയിരിക്കുന്നു. എന്നെ പറ്റി നീ എന്തുകൊണ്ട് എഴുതിക്കോ, എന്റെ ഭാര്യനെ എന്റെ ഫാമിലിയെ പറ്റി നീ എഴുതരുത്. എന്നെ പറ്റി നീ എന്താണെന്ന് എഴുതിക്കോ, നീ ആരോട് എന്ത് വേണം ചെയ്തോ, പക്ഷെ എന്റെ ഫാമിലിയെ പറ്റി പറയുന്ന എനിക്ക് ഒരു റൈറ്റ്സും ഇല്ല. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്സ്. ഇതാണ് എന്റെ മോനെ വയറ്റി കിടന്നപ്പോ മോനെ കുറിച്ച് പറഞ്ഞത്. അതെ, എന്നിട്ട് ഇവന്റെ തടിച്ചു ഭാര്യയ്ക്ക് ഡ്രൈവറായി ഇവന്റെ അനിയനെ വെച്ചു കൊടുത്തു. സ്വന്തം മോനെ 1 ലക്ഷം രൂപയ്ക്ക് പഠിപ്പിക്കുന്ന നാറി കാശിനോട് ആർത്തി മൂത്ത് ഒരു തടിച്ചു കുള്ളത്തിയെ കെട്ടി വിദേശ അന്യ സ്ത്രീകളുടെ കൂടെ വെള്ളം അടിച്ച് നടക്കുന്നു. സാനി അയ്യപ്പനെ പോലുള്ള ചിക്സിനെ തന്തവൈബ് പോലുള്ള അപ്പൂപ്പൻ ബേബി എന്നൊക്കെ ഇൻസ്റ്റയിൽ വിളിച്ച് ക്രിഞ്ചടിപ്പിക്കുന്നു. ആ കമന്റ് നീ കണ്ടല്ലേ എന്താ സംഭവം? ബെഡ്റൂമിൽ ശയന സുഖം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ലൈക്ക് ഇങ്ങനെയുള്ള മെയിലും സംഭവങ്ങളാണ് ഇവൻ അയച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ എടുത്ത് പറഞ്ഞുകൊണ്ട് ആ ഒരു ക്രിയേറ്ററിന് ആണെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സോ അല്ലെങ്കിൽ തെറി വിളിച്ചുകൊണ്ട് ഒക്കെ വൾഗറായിട്ടുള്ള കമന്റ്സ് കാര്യങ്ങളൊക്കെ വരാം. ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇഗ്നോർ ചെയ്ത് വിട്ടു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോഴും ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഈ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ വലിയ മാനസിക രോഗമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ വീഡിയോസിനകത്താണെങ്കിൽ കൂടി ഈ പറയുന്ന പോലെ പല ആൾക്കാർ നമ്മളെ തെറി വിളിച്ചുകൊണ്ടോ നെഗറ്റീവായിട്ടോ ഒക്കെ നമ്മൾ കമന്റ് ഒക്കെ വരാറുണ്ട്. അതൊക്കെ നമ്മൾ മാക്സിമം പറ്റുന്നതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടാറുണ്ട്. പക്ഷേ ഒരാവശ്യവുമില്ലാതെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ പറഞ്ഞുണ്ട്. ഇതിപ്പോൾ ഇവർ വലിയ തെറികൾ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ വെച്ച് ഇവർ കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പുളിയും. അവർക്കൊക്കെ ആണെങ്കിൽ കമന്റിൽ റിപ്ലൈയിലാണെങ്കിൽ അവരുടെ കണ്ണടിച്ച് പോകുന്ന വർത്താനം ഞാൻ തിരിച്ച് പറയാറുമുണ്ട്. അവരത് കണ്ടു എന്ന് ഉറപ്പാക്കുമ്പോഴത്തേക്കിന് പല കമന്റ്സ് ഡിലേ ആക്കി കളയാറുണ്ട്. കാര്യം എന്തായാലും ഓൾറെഡി അവർ കണ്ടല്ലോ. കാര്യം പിന്നെ ഞാൻ അതുപോലത്തെ വർത്താനായിരിക്കും അവർക്ക് തിരിച്ചാൽ കൊടുക്കുന്നത്. ഇപ്പം സുഹിതേനെ പോലെ ഒരാൾക്കൊക്കെ ആണെങ്കിൽ ഓക്കെ, അദ്ദേഹത്തിനെതിരെയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ഈ വീഡിയോക്കകത്തൊക്കെ പറയുന്നുണ്ട്. അതായത് വിമർശനങ്ങൾ വരാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിമർശിച്ചോളൂ, അതിനൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഇത്തരം രീതിയിലുള്ള കമന്റ്സിലൊക്കെ വരുമ്പോഴത്തേക്കും അത് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ ഇതൊരു നെഗറ്റീവ് കമന്റ് എന്നല്ല ഇതിനെ പറയേണ്ടത്. ഇത് വെറും ഒരു ബോഡി ഷേമിംഗ് എന്നല്ല പറയേണ്ടത്, അതുക്കും മേലെ ഉള്ളൊരു സാധനമാണ്. ഇവൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇവന്റെ ഒരു ഇമെയിൽ ഐ ഡി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ യൂസ് ചെയ്ത ഒരു സംഭവം നമ്മൾ തപ്പിപ്പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് സൈബർ സെല്ലിലെ ആൾക്കാർ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ആ സാധനം അത് വെച്ച് നിന്നെ ഞങ്ങൾ പൂട്ടും, അത് വെച്ച് ഞങ്ങൾ പിടിക്കും. അതായത് സൈബർ സെല്ലിൽ നിന്ന് എന്തോ അവനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എടുത്ത് കൊടുത്തിട്ടുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും അതിനുശേഷം ഒരു നടപടിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവനെ അറസ്റ്റ് ചെയ്യാൻ പോവോ അങ്ങനത്തെ കാര്യങ്ങൾ ഒരു പക്ഷേ ഇല്ലാത്തതിന്റെ പേരിലായിരിക്കാം. ഇപ്പോൾ സുഹിത്താണ് തന്നെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, ഇതിന്റെ പേരിൽ ഒരു നടപടിയോ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ നിന്നെ കണ്ടുപിടിക്കും, നിന്നെ കണ്ടുപിടിക്കാനുള്ള സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്, കയറി പൊട്ടിക്കുന്നു പറഞ്ഞത് 100% ഞാൻ യോജിക്കുന്ന കാര്യം. അവനെ പൊട്ടിക്കേണ്ട കാര്യം അമ്മാരി വർത്താനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവൻ നമ്മുടെ പണ്ട് മുതലേ നമ്മളെ അടുത്തറിയാവുന്ന, നമ്മളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, നമ്മുടെ എല്ലാ വീഡിയോസും ഒന്നും വിടാതെ കാണുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായില്ലേ? അത്രയും അടുത്ത ഒരു വ്യക്തിയാണ് ഇവൻ. ഈ കുറച്ച് കമന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്കും അത്തരം രീതിയിലുള്ള സംശയങ്ങളൊക്കെ തോന്നും. കാര്യം അതായത് ഇവർ ഇപ്പം 6-7 വർഷത്തോളമായിട്ട് ഇവർ ഇങ്ങനെ കമന്റ്സ് കാര്യങ്ങളൊക്കെ ഇടുകയാണ്. അപ്പം അത്രത്തോളം വൈരാഗ്യം കിടക്കാണ്. ഇവൻ വലിയൊരു ഡെയിലി റുട്ടീനായിട്ട് ഇവനത് മാറ്റിയേക്കാണ്. ഇവർക്ക് ഇതുപോലെ നെഗറ്റീവ് കമന്റ് ഇടുക അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ മെയിൽ അയക്കുക എന്നുള്ള ഇവന്റെ ഒരു ഡെയിലി റുട്ടീനായിട്ട് മാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇവരുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവന്റെ കമന്റ് ഇടുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന കാര്യമാണ് ഇവൻ എന്തെങ്കിലും ഈ പറയുന്ന ഇവരെ അടുത്തറിയുന്ന ഒരു വ്യക്തി ആയിരിക്കാം എന്നുള്ളതായിരിക്കും നമുക്ക് സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുക. ഇത് ഇവർക്ക് മാത്രം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമില്ല കേട്ടോ. മിക്കവാറും ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് വരുന്നത് ഇവരെ ഏറ്റവും അടുത്തറിയുന്ന വ്യക്തികളായിരിക്കും കൂടുതൽ ഇത്തരം നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊക്കെ ഇടുക. അത് അതിൻ്റെ വൾഗാരിറ്റി. കാര്യം ഇവരെ പേരുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവർക്കറിയാലോ. അത് വെച്ചിട്ട് കൊനസ്റ്റ് കയറ്റി ഇടാറുണ്ട്. ഞാനിവിടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ചില യൂട്യൂബേഴ്സ് ഉണ്ട്, എന്നെ ഈ അടുത്ത് ഒരു യൂട്യൂബറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരി എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം കുറേ നെഗറ്റീവ് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇടുന്ന ആൾക്കാർക്കെതിരെയാണെങ്കിൽ ഒരു നടപടിയായിട്ട് ഒരു കേസ് കാര്യങ്ങളായിട്ട് പോകാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എന്തിനാണ് അങ്ങനെ പോയിട്ട്, എന്താണ് കാര്യം, എന്താണ് അവരുമായിട്ട് അതിനുശേഷമുള്ള നടപടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാര്യം ഇത്തരം കേസ്, ഈ ഒരു സൈബർ ഇടത്തിൽ ഇത്തരം കേസൊക്കെ ആണെങ്കിൽ കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീർക്കാൻ പറ്റുന്ന എല്ലാം അവിടെ വെച്ച് തീർക്കണം, ഇത് കോടതിയിലോട്ട് കൊണ്ടുവരരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം അങ്ങനെയുള്ളപ്പോൾ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇത് തീർക്കുള്ളൂ, നേരെ ഒരു കോംപ്രമൈസ് ആക്കി വിടുക, അങ്ങനെയുള്ളൂ. മെയിനായിട്ട് ഇങ്ങനെ ഒരു കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ പോലീസുകാർ തിരിഞ്ഞു പോലും നോക്കില്ല എന്നുള്ളതാണ് മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അപ്പം ഞാൻ പറഞ്ഞ മോനെടാ അതല്ലടാ കാര്യം, അവരെന്നെ ഇത് ആരാണ് കമൻറ്റ് ഇട്ടേ എന്നുള്ള കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞ് എനിക്ക് അത്രേ അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം പുള്ളിക്കാരിയുടെ ഒരു മെയിൻ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാർ, ഒരു 3-4 പേരുടെ ആൾക്കാരുടെ പേര് പറഞ്ഞു, എടാ ഇവരാണോ എന്ന് എനിക്കുള്ളൊരു സംശയമുണ്ട്, അതാണ് ഞാൻ ഇത്രയും കാര്യം. നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പബ്ലിക്കിലോട്ട് എത്തിക്കാത്ത കാര്യങ്ങൾ പോലും അന്ന് കമൻറ്റിൽ ഇടുന്നുണ്ടെങ്കിൽ നമ്മളെ അറിയുന്ന ആൾക്കാരല്ലേ എന്നുള്ള സാധനം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പം അടുത്തറിയുന്ന ആൾക്കാരാണ് ഇത്തരം കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇടുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇവർ വളരുന്ന കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും മാനസികമായിട്ട് ഇവർ തകർന്നു പോയതുകൊണ്ടോ, അല്ലെങ്കിൽ അവരെത്തുന്ന ആ ഒരു പൊസിഷനിലോട്ട് എത്താൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ ഉള്ളൊരു ഫ്രസ്ട്രേഷൻ എന്താണെന്ന് മനസ്സിലാവണില്ല.
തള്ളെ നിങ്ങൾ ബ്രാ ഇടൂലേ, ഒത്ത സൈസ് കിട്ടാത്തതിനാണോ, അതോ ആ വെകിളി തെണ്ടി ഋഷി ചെക്കന് ആ ബസൂക്കയിൽ നിന്ന് എനിക്ക് വിശക്കുന്നേ എന്ന് പറയുമ്പോൾ പാല് കൊടുക്കാനാണോ? നല്ല വൃത്തികേടായിട്ടുണ്ട്, ഒരു ഷാൾ ഇട്ടാ വൃത്തികേട് മറച്ചൂടെ, കീലേരി അച്ചു. ഈ ഒരു കമന്റ് മതി അതിനെ പൂട്ടാൻ. അല്ലേ ബോഡി ഷേമിംഗ് അല്ല ഇത്. ബോഡി ഷേമിംഗ്, ഇതൊക്കെ ബോഡി ഷേമിംഗ് അല്ല. ഇത് ബോഡി ഷേമിംഗ് എന്നല്ല ഇതിനെ പറഞ്ഞത്, ഇത് വേറെ ഏതോ യൂണിവേഴ്സിലുള്ള അത്രയും വലിയൊരു മാനസിക രോഗിയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിന്നെ എന്റെ കൈ കിട്ടിയാൽ അത് എവിടെയാണെങ്കിലും ഞാൻ നിനക്ക് നിന്നെ വന്ന് തല്ലിയിരിക്കും. അത് എന്ത് നീ ചെയ്താലും ഞാൻ തല്ലിയിരിക്കും. എനിക്ക് നീ തല്ലി ഞാൻ ജയിലിൽ പോയി കിടന്നാലും എനിക്ക് ഒരു കോപ്പമില്ല ഞാൻ പറയാണ്. അത് ഉറപ്പായിട്ടും ഞാൻ തല്ലിയിരിക്കും. നിന്നെ എന്തെങ്കിലും ചെയ്തിരിക്കും. അത് നീ നോക്കി വെച്ചോ, ഊന്നി വെച്ചോ നീ അത്. അത്രയ്ക്ക് എനിക്ക് നിന്നോട് ദേഷ്യമാണ്. ഞാൻ തല്ലിയില്ല, ശ്വേതയാണെങ്കിലും നിന്നെ തല്ലും. നിന്നെ ഞാൻ പിടിച്ചു ശ്വേതയാണെങ്കിലും നിന്നെ തല്ലും. ഞങ്ങൾ രണ്ടുപേരും നിന്നെ തല്ലിയിരിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുത്ത് നിനക്ക് എന്തെങ്കിലും നിന്റെ ഉപദ്രവം ഹാം ചെയ്ത് നിന്നെ ഫിസിക്കൽ ഹാം ചെയ്തിരിക്കും ഞാൻ. അത് 100% ഉറപ്പാണ്. ഈ വീഡിയോയുടെ പേരിൽ എനിക്ക് കേസ് വന്നാലും എനിക്കൊരു കോപ്പമില്ല. ഇനി നിന്നെ തല്ലി എന്ന് പറഞ്ഞ് നീ കേസ് കൊടുത്താലും എനിക്കൊരു കോപ്പമില്ല. ഞങ്ങൾ അകത്ത് പോയി കിടക്കാൻ ഞങ്ങൾ ഹാപ്പിയാണ്. എന്റെ പോലെ ഇപ്പൊ അമ്മ അച്ഛനുണ്ട്, അല്ലെങ്കിൽ ശ്വേത അമ്മ അച്ഛനുണ്ട്, അവർ നോക്കിക്കോളും. അതിന്റെ പേര് ഞങ്ങൾ അകത്ത് പോയി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടെ കുറെ ഭരണകൂടം ഉണ്ടല്ലോ, ഇവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂടെ. അവർ സഹായിക്കോളാം ഞങ്ങളെപ്പോൾ ആൾക്കാരെ സഹായിക്കുക. നീ പറഞ്ഞു നിന്നെ കണ്ടുപിടിക്കാനായിട്ട്. ഇനി നീ കേരളത്തിലല്ല, ഇന്ത്യയിലില്ല, നീ വിദേശത്താ ഏതെങ്കിലും രാജ്യത്താണെന്നുണ്ടെങ്കിൽ നീ ഇന്ത്യ കാലുകുത്തുന്ന ആ ദിവസം നിന്നെ പൊക്കിയിരിക്കും, പൂട്ടിയിരിക്കും. നിനക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അറിയോ നിനക്ക്? അറിയോ? സത്യം അത്രേ ഉള്ളൂ. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സഹോദരിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് നമ്മുടെ ഭാര്യ, അവർക്ക് വേണ്ടിയിട്ട് ഈ ലോകത്ത് എന്ത് നമുക്ക് ചെയ്യാം, അവരുടെ നീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അവിടെ ഒരു നിയമവും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇങ്ങനെ പോയിട്ട് അവനെതിരെ നടപടി കാര്യങ്ങളൊന്നും എന്തായാലും സ്വീകരിച്ചില്ലല്ലോ. അപ്പം അവനെ പൊക്കിയാലും നേരെ വന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് കോംപ്രമൈസ് അടിച്ചിട്ട് അത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുള്ളൂ. കാര്യം അത്രേ ഉള്ളടേ. അവിടെ എന്തായാലും തിരിച്ച് അവന് നല്ല പൊട്ടി തന്നെയാണ് കിട്ടേണ്ടത്. ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെയാണെങ്കിൽ അവൻ്റെ കൈയും കാലും തല്ലി പിടിക്കുക എന്താണെന്ന് ചെയ്തത്. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വയലൻസിലൂടെ തന്നെ പറ്റുള്ളൂ. കാര്യം നമ്മുടെ നിയമം ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. കാര്യം സ്വന്തം വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് ഈ രീതിയിൽ ഇത് നെഗറ്റീവ് കമൻറ്റോ വൾഗർ കമൻറ്റോ ആയിട്ടല്ല ഇതിനെ കൂട്ടാൻ പറ്റുക. ഇത് വേറെ സാധനമാണ്. ഓക്കെ, ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ നമുക്ക് ചെറുപ്പകാലം മുതൽ നമ്മൾ കൊടുക്കേണ്ട ഒരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ? ഹൗ ടു യൂസ് സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കാം, സോഷ്യൽ മീഡിയ ഏത് രീതിയിൽ ഉപയോഗിക്കണം, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം, എങ്ങനെ കമന്റുകൾ ചെയ്യണം എന്നൊക്കെയുള്ളത് അതിപ്പോഴും കുറെ പേർക്ക് അറിയത്തില്ല. അതെ, സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഒരു പരിധിവരെയൊക്കെ ഫേസ്ബുക്കിലാണ് അത് കൂടുതലായിട്ടുള്ളത്. എനിക്ക് കുറെ പേര് കമന്റ് ഇടും. തീർച്ചയായിട്ടും ഫേസ്ബുക്കിലാണ് ഇത്തരത്തിലുള്ള ഇതിന്റെ വൾഗാരിറ്റിയുടെ അങ്ങേ അറ്റം കിടക്കുന്നത് ഫേസ്ബുക്കിലാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം പുതിയൊരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആദ്യത്തെ 2 ആഴ്ചയാണെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. പുസ്തകം പഠിപ്പിക്കാൻ പാടില്ല, 2 ആഴ്ച ഇതായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടുന്ന ബേസിക് എഡ്യൂക്കേഷൻ എന്ന്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇതായിരിക്കണം എന്നുള്ളൊരു അടുത്തൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു പോസ്റ്റ് ഇങ്ങോട്ട് വെക്കാനെ കൊണ്ട് ഞാൻ തപ്പിട്ടത് പിന്നെ അത് പോയി എൻ്റെ സ്റ്റോറി ആർക്കൈവിൽ കണ്ടില്ല. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇത്തരം ആൾക്കാർ ഈ നമ്മുടെ മുഖം കാണില്ല, ഫേസ് കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കെതിരെ നിയമപരമായിട്ട് നടപടി സ്വീകരിക്കുക എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങളെ കണ്ടെത്താനെ കൊണ്ട് അത്ര വലിയ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും കണ്ടെത്തിക്കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങളെ ഹാം ചെയ്യാനെ കൊണ്ട് ഇപ്പം വലിയ പാടൊന്നുമില്ല. അപ്പം എന്ത് തന്നെയാണെങ്കിലും ഈ വീഡിയോയുടെ താഴെയാണെങ്കിൽ അവൻ വന്നിട്ട് കമന്റ് ഇട്ടുണ്ട്, ഇവർ ഒരു ഓപ്പൺ ചലഞ്ചാണ്, ഇതിനകത്ത് നീ ഒന്ന് കമന്റ് ഇട്ട് നോക്കുക, അപ്പം നിനക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിന്റെ താഴെ അവനാ കമന്റ് ഇട്ട്, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ വായിച്ചില്ലേ. അപ്പം എന്ത് തന്നെയാണെങ്കിലും നിനക്കത് കിട്ടാനുള്ള എല്ലാം നീ വാങ്ങിച്ചു കൂട്ടിക്കോ, നിന്റെ കയ്യും കാലും തല്ലി ഓടിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ മതിയായിട്ടുള്ളൊരു ആഗ്രഹം. കാര്യം ഇനി മേലെ നീ ഇത് പറയാൻ ടൈപ്പ് ചെയ്യാൻ നിന്റെ കൈ പൊക്കൽ, നിന്റെ വിരൽ ഒട്ടിച്ച് കളയണം. അത്രത്തോളം മനുഷ്യത്വരഹിതമായിട്ടൊരു കാര്യമാണ് ബോഡി ഷേമിംഗ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണെങ്കിലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.